ഹലോ ഫ്രണ്ട്സ്. ലൈഫിൽ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഒന്ന് സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്ന ചിന്ത നിങ്ങളെ ശക്തമായി അലട്ടാറുണ്ടോ? എങ്കിൽ ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒരു റിലീഫ് ലഭിക്കും. ആദ്യത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു തോട്ടാണ്: ഒരു പ്രശ്നവും സ്ഥിരമല്ല, അതിന് തീർച്ചയായിട്ടും ഒരു അവസാനമുണ്ടാവും. അത് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത മാസമോ സോൾവ് ചെയ്യപ്പെടും. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യപടി. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തനിയെ വിചാരിച്ചാൽ സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുള്ളൂ എന്നും, ആളുകളെ കൂടുതലായി അതിലേക്ക് വലിച്ചിഴച്ചാൽ പ്രശ്നം സങ്കീർണമാവുമെന്നും ഓർക്കുക. എത്ര വലിയ തോൽവികൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരാളുടെയും സപ്പോർട്ടില്ലാതെ നിങ്ങളത് സോൾവ് ചെയ്യാനൊന്ന് ഇറങ്ങി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ വിജയം കണ്ടെത്താനാവും. മൂന്നാമതായി, പോസിറ്റീവായി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക. അത് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ പ്രോബ്ലങ്ങളെ പോസിറ്റീവായി സോൾവ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള സന്ദർഭങ്ങൾ ഈ പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഇനി നാലാമത്തെ കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതും ഇമോഷണൽ ആവുന്നതും ഒക്കെ ഒഴിവാക്കുക. കാരണം പൊട്ടിത്തെറിച്ചത് കൊണ്ടോ ഇമോഷണൽ ആയതുകൊണ്ടോ ഒരിക്കലും സംഭവിച്ച പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവില്ല എന്നത് ഓർക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെ ബുദ്ധിപരമായി സമീപിക്കുക. ചില പ്രശ്നങ്ങൾ കാലത്തിന് മാത്രമേ മാറ്റാൻ സാധിക്കൂ എന്നും തിരിച്ചറിയുക. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടച്ചു നീക്കിയവർ തീയിൽ കുരുത്ത പോലെയാണ്. മറ്റൊരു പ്രശ്നത്തിനും അവരെ തളർത്താനോ ഭയപ്പെടുത്താനോ സാധിക്കില്ല. അത്രയും മനക്കരുത്ത് അവർ ഓരോ പ്രശ്നങ്ങളിലൂടെയും നേടിയെടുക്കും. സുഹൃത്തെ, ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മളെ മാനസികമായി തളർത്താനുള്ളതല്ല, മറിച്ച് ആ പ്രശ്നത്തെ ധൈര്യപൂർവ്വം മറികടന്ന് ആത്മധൈര്യം സംഭരിക്കാനും മനോബലം കൂട്ടാനും നിങ്ങളെന്ന ധൈര്യശാലിയെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുമാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. സോ നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി മറക്കാതിരിക്കുക. നിങ്ങൾ ആരാണെന്ന് ചുറ്റുമുള്ള സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക. പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. താൻ പെട്ടുപോയി എന്ന് ചിന്തിക്കാതെ ഇത് എൻ്റെ ശക്തി, എനിക്ക് തിരിച്ചറിയാനുള്ള ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിശ്വസിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.